ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗ്രഹനിലയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇടവലഗ്നം ലഗ്നത്തില് ചന്ദ്രൻ, കർക്കിടകത്തില് ചൊവ്വ, ശുക്രൻ, രാഹു, ചിങ്ങത്തില് സൂര്യൻ, വ്യാഴം, കന്നിയില് ബുധൻ, വൃശ്ചികത്തില് ശനി, മകരത്തിൽ കേതു. ഇങ്ങനെയാണ് ഗ്രഹനില. രോഹിണി നക്ഷത്രത്തിലെ കൃഷ്ണാഷ്ടമിക്കാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം. ചന്ദ്രന്റെയും ശുക്രന്റെയും സ്വാധീനം, ശനി, ചൊവ്വ എന്നിവയുള്ള സ്വാധീനവും ഭഗവാന്റെ രൂപത്തെ അതിശയമായ വിധം മനോഹരമാക്കി. ശ്രീകൃഷ്ണന് കാന്തിക വ്യക്തിത്വം, കടും ചുവപ്പ് നിറമുള്ള കവിൾത്തടങ്ങള്, പവിഴച്ചുണ്ടുകള്, ആകർഷകമായ മുഖം, ആകാശ നീല നിറം എന്നിവ ഉണ്ടായിരുന്നതിന്റെ കാരണം പ്രധാനമായിട്ടും ഈ ചൊവ്വ, ശനി, ശുക്രൻ, ചന്ദ്രൻ എന്നിവയുടെ സൂക്ഷ്മമായ മിശ്രിതമാണ് ഇതിന് കാരണം. ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നതുകൊണ്ട് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നത്, രുക്മിണി, സത്യഭാമ. കർക്കിടകത്തില് അനന്തതയുടെ കാരകനായ രാഹുവും കൂടി നിൽക്കുന്നതുകൊണ്ട് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നത്. ലൗകിക ജീവിതത്തിനെ സൂചിപ്പിക്കുന്ന കുജൻ നീചഭംഗം ഭവിക്കാൽ സത്യത്തിൽ ഭഗവാന് ഇതിലൊന്നിലും ആസക്തി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിദ്യയുടെയും ബുദ്ധിയുടെയും കാരകനായ ബുധൻ അഞ്ചാം ഭാവാധിപനായി ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത്ഭുതകരമായ ബുദ്ധിശക്തിയെയും അസാധാരണമായ സംഭാഷണ കഴിവിനെയും സൂചിപ്പിക്കുന്ന ഒരു അതുല്യ സംയോജനമാണ്. 64 വിദ്യകളും ഭഗവാൻ 64 ദിവസം കൊണ്ടാണ് സ്വായത്തമാക്കിയത്. ഭഗവത്ഗീത ഉപദേശിച്ച ഭഗവാന്റെ വാഗ്വിലാസത്തെ എത്ര വാഴ്ത്തിയാലും മതിയാകില്ല എന്നാണ്. യുദ്ധകളത്തിലെ അദ്ദേഹത്തിന്റെ അജയ്യമായ കഴിവ് ധീരതയുടെ മൂന്നാം ഭാവമായ ചൊവ്വയുടെ നീചബന്ധം വെളിപ്പെടുത്തുന്നു. ധൈര്യം, തന്ത്രം, വിഭവസമൃദ്ധി എന്നിവയാൽ അദ്ദേഹം ശക്തരായ ശിശുപാലനെയും മറ്റു രാജാക്കന്മാരെയും ശക്തരായ ശത്രുക്കളെയും പരാജയപ്പെടുത്തി എന്നാണ് ശ്രദ്ധിക്കേണ്ടതാണ്.